ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയും ചെറുപഴവും വെച്ചിട്ട് ഞാനൊരു ബോണ്ട ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതാ ചെറുപഴം ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചു കൊണ്ടുവരാം. ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്കിനി അടിച്ചെടുത്ത് കൊണ്ടുവരാം. വേഗം പെട്ടെന്ന് നമ്മൾ ചായ അടുപ്പത്ത് വെച്ച് ഇതാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു കടി വേണം ചായക്ക്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം. നല്ല ടേസ്റ്റും ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്. വെല്ലം ഉരുക്കിയിട്ട് ഇവിടെ ഒഴിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പഴം മുറിച്ചിട്ടിട്ട് ഞാൻ അടിച്ചെടുക്കട്ടെ. വേഗം റെഡിയാക്കി കൊണ്ടുവരും ഞാൻ. അപ്പോൾ അതിലേക്ക് നമുക്ക് 2-3 ഏലക്കായ ഉണ്ടല്ലോ, അത് ഞാൻ തോല് കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം എടുത്തിട്ടുണ്ടേ, തോടൊന്നും എടുത്തിട്ടില്ല, ഉള്ളിലത്തെ കുരു മാത്രം. അതും എടുത്തിട്ട് വെല്ലം ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഞാൻ അടിച്ചെടുത്തിട്ട് വരുന്നു. അപ്പോൾ കുറച്ച് വെല്ലം ഒഴിക്കട്ടെ. ഇതിലേക്ക് കുറച്ച് വെല്ലം ഒഴിച്ച് എന്നിട്ട് ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പം ഇതാ വെല്ലവും പഴവും ചേർത്തിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഗോതമ്പ് പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കണം. ഇനി ഞാൻ ഗോതമ്പ് പൊടി ഇട്ടു. എത്രയാണോ നമുക്ക് ആവശ്യം അത്രയും എടുക്കാം കേട്ടോ. ഞാനിപ്പം കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് പോരെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം, കുഴച്ച് നോക്കിയിട്ട്. അപ്പം മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ എല്ലാത്തിനും മധുരം ബാലൻസ് ചെയ്യാൻ ഒരു ഉപ്പിടുന്നില്ലേ, അതേപോലെ ഇട്ട്. അപ്പോൾ എന്നിട്ട് നമുക്കിത് കുഴക്കാം. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ളി. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും ഞാൻ. എന്നാൽ മാത്രമല്ലേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ പൊന്തി വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു നുള്ളി ബേക്കിംഗ് സോഡ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി കൂട്ടിക്കുഴക്കാം അടിപൊളിയായിട്ട്. വേണ്ടിക്കൽ നമുക്ക് വെല്ലം ഉരുക്കിയത് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പം അത് കറക്റ്റ് പോലെ കാണുന്നുണ്ട്. നമ്മളിങ്ങനെ ഇപ്പോൾ ഉരുട്ടിയിട്ട് ഇങ്ങനെ എടുക്കൂലേ, അപ്പോൾ അങ്ങനെ കിട്ടണം. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. വേണ്ടിക്കൽ കുറച്ച് വെല്ലം എടുത്തിട്ട് ആക്കി കൊടുക്കാം. അപ്പം ഞാനിതിവിടെ അടച്ച് വെക്കട്ടെ. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. റെഡിയാക്കി വെച്ച കൂട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൽ തൊട്ടിട്ട് നമുക്കിത് കുറേശ്ശെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എണ്ണയിലിടണം. അപ്പോൾ ഇനി ഞാൻ ആദ്യം കുറച്ച് വെള്ളം എടുത്ത് വെക്കട്ടെ. ഒരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, കായട്ടെ. അപ്പോൾ ഈ കൂട്ടിൽ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടക്കിടക്ക് നമ്മൾ ബോണ്ട ആക്കിയിട്ട് കഴിക്കുമ്പോൾ കുറച്ച് മാത്രം, ഒരുപാടൊന്നുമില്ല.
അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് കൂട്ടി കുഴച്ച് റെഡിയാക്കി എടുക്കാം അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. ഒന്ന് കൈ വെള്ളത്തിൽ കുത്തി എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് കൂട്ടെടുത്ത് കണ്ട ഒന്ന് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അടുത്തവും കൂടി ഇട്ട് കൊടുക്കട്ടെ. കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി അടുത്തോ ഇട്ട്. അപ്പോൾ അടുത്തോ ഇട്ട്. അടുത്തതും ഇട്ട്. അപ്പോൾ അതാവട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചിടാം. അപ്പോൾ ഇതൊക്കെ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതായിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. തിരിച്ച് മറിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഉള്ളെല്ലാം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. അപ്പോൾ ഇതാ ഞാൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് അടുത്ത് ഇടുന്നുണ്ട്. കൈ വെള്ളത്തിൽ കുത്തുക, എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കും. കുഞ്ഞി കുഞ്ഞാക്കിയിട്ട്. അപ്പം ഇതും ആയിട്ട് കാണാം. ഇതൊക്കെ ഞാൻ തീ ഓഫാക്കട്ടെ. ഇപ്പം എല്ലാം ആയി. അപ്പോൾ ഞാൻ പ്ലേറ്റിലെല്ലാം എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരേ. അപ്പോൾ ഇതാ ഗൈസ്, ഗോതമ്പ് പൊടിയും നമ്മളെ ചെറുപഴവും കൊണ്ടുള്ള ബോണ്ട ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ട എന്താ ഭയങ്കര ചൂടാണ്. നല്ല പുറം നല്ല ക്രിസ്പി, ഉള്ളു നല്ല സോഫ്റ്റ്, അങ്ങനെയാണുള്ളത്. കണ്ട വേഗം ചായ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കടിയാക്കിയിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.